ഹായ് ഗൈസ്. സോ നമ്മുടെ ഈ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ഗെയിം BTN എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ചാൽ ബട്ടൺ ഒബ്ജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. പിന്നെ സ്റ്റാർട്ട് ഗെയിം ഫംഗ്ഷൻ നമ്മളിവിടെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ കൺസോൾ ലോഗ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സൺ ഒബ്ജക്റ്റും ഈ ഗെറ്റ് ഏജ് എന്ന് പറഞ്ഞ മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കിയിരുന്നു. ഒപ്പം അതോടൊപ്പം തന്നെ ബട്ടൺ ക്ലിക്ക് ആയാൽ നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് ഗെയിം റൺ ആകാൻ വേണ്ടി ഒരു ആഡ് ലിസ്റ്റർ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതുവരെ ഓക്കെയാണ്. ഇനിയൊരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, എല്ലാം സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഞാൻ പറയുന്നതെങ്കിലും പക്ഷേ ഇതും ഒരു മനസ്സിലാക്കേണ്ട കൺസെപ്റ്റാണ്. ഞാനിപ്പോൾ പറയുകയാണ് ഫങ്ഷൻസ് എല്ലാം ഒബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ഒബ്ജക്ട്സ് അല്ല ഫങ്ഷൻസ് അല്ല എന്നാകും നിങ്ങൾ ചിന്തിക്കേണ്ടാവുക. യെസ്, ബട്ട് ഇൻറ്റേർണലി ജാവാസ്ക്രിപ്റ്റിൽ ഫങ്ഷൻസ് ആണ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. നമുക്കിവിടെ കൺസോൾ ലോഗ് ഇടാം. console.log ഓഫ് നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ കൊടുക്കുന്നത് ടൈപ്പ് ഓഫ് ആണ്. ഓക്കെ, ടൈപ്പ് ഓഫ് കൊടുത്തിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ കൊടുത്തേക്കാം സ്റ്റാർട്ട് ഗെയിം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പരാന്തസിസ് വേണ്ട, പരാന്തസിസ് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കോൾ ആവും. നമുക്ക് കോൾ ചെയ്യേണ്ട ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട, ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ഞാനിവിടെ സേവ് ചെയ്തു. എന്നിട്ട് നമുക്കെന്ന് വെച്ചാൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ കൺസോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി, ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി നമ്മൾ ടൈപ്പ് ഓഫ് വെച്ച് വിളിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ പറയും അപ്പോൾ ഒബ്ജക്റ്റ് അല്ലല്ലോ ഫംഗ്ഷൻ അല്ലേ, നമുക്ക് ഫംഗ്ഷൻ ടൈപ്പ് തന്നെയാണല്ലോ കിട്ടിയെന്നുള്ളത്. യെസ്, ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്, ബട്ട് ഫംഗ്ഷൻ ടൈപ്പ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ഒബ്ജക്ട്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ console.logൽ നമ്മൾ എന്ത് എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ഗെയിം എന്ന് ഇട്ടിരുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഈ ഫംഗ്ഷൻ കോളാവും. ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ഓഫിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുത്ത് ഈ ഫംഗ്ഷൻ കോളാവും. നമുക്ക് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ സ്റ്റാർട്ട് ഗെയിം റിട്ടേൺ ചെയ്യുന്നത് നത്തിങ് ആണ്. സോ റിട്ടേൺ വാല്യൂ അൺഡിഫൈൻഡ് എന്ന് മാറും. സോ ഔട്ട്പുട്ട് അൺഡിഫൈൻഡ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഫംഗ്ഷൻ കോൾ ചെയ്ത് വിളിക്കാൻ പറ്റില്ല. റിട്ടേൺ എന്ന് വെച്ചാൽ അൺഡിഫൈൻഡ് ആണ് വരുന്നത്. സോ ടൈപ്പ് ഓഫ് അൺഡിഫൈൻഡ് എപ്പോഴും അൺഡിഫൈൻഡ് ആണ് നമുക്ക് വരിക. സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റീലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഫംഗ്ഷൻ കോളായി സ്റ്റാർട്ടിങ്ങിൽ നിന്നു, അത് കഴിഞ്ഞിട്ട് അൺഡിഫൈൻഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ടൈപ്പ് ഓഫ് ഞാൻ എടുത്ത് മാറ്റി ഇത് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ബേസിക്കലി കോൾ ചെയ്യാതെ നെയിം മാത്രം പാസ് ചെയ്യണം. സോ സെയിം ലൈക്ക് ഇവൻ ലിസ്റ്റണർ നമുക്ക് പറയാൻ പറ്റും. ഇവൻ ലിസ്റ്റണർ നമ്മൾ വെച്ചാൽ നമ്മൾ പരാന്തസിസ് ഇല്ല, ജസ്റ്റ് ഈ ഫംഗ്ഷൻ്റെ റെഫറൻസ് ആണ് എടുക്കുന്നത്, ഫംഗ്ഷൻസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്, പരാന്തസിസ് ഇല്ലാതെ. ഇനി ഞാനിപ്പോൾ ഫംഗ്ഷനെ ഒബ്ജക്റ്റ് പോലെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് console.log ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഔട്ട്പുട്ട് ഷോ ചെയ്യും. സോ അതിന് പകരം ഞാനിവിടെ ചോദിച്ചാൽ console.log, നിങ്ങൾ console.logന് പകരം console.dir എന്ന് ഞാൻ കൊടുക്കണം. ഓക്കെ, സോ console.dir എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് വ്യൂ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സ്ട്രക്ചർ ഷോ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ കൊടുക്കുന്നത് console.dir. ടൈപ്പ് ഓഫ് നമുക്ക് ആവശ്യമില്ല, നേരെ ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. ഞാനിവിടെ സ്റ്റാർട്ട് ഗെയിം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം നമുക്ക് എന്താ വരുന്നത് എന്നുള്ളത്. അപ്പോൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ പോലെയാണ് നിങ്ങൾക്ക് തോന്നുക. പക്ഷെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് പോലെ തോന്നുന്നത്, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് പ്രോപ്പർട്ടീസ്, നെയിം, ആർഗ്യുമെൻറ്റ്സ്, ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്രോട്ടോടൈപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ലേറ്റർ ഓൺ പറയാം. അതൊക്കെ ഞാൻ ലേറ്റർ ഓൺ കവർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് കോളർ, ആർഗ്യുമെൻറ്റ്സ്, സോ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവയെല്ലാം എന്താ ബേസിക്കലി ഇതെല്ലാം കീ വാല്യൂ പെയർസ് ആണ്. ഓക്കെ, സോ എന്ന് വെച്ചാൽ ഇത് പ്രോപ്പർട്ടീസ് ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് പ്രോപ്പർട്ടീസ് ഉള്ളത് എന്താണ്, അത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ലെങ്ത് ഉണ്ട്, നെയിം ഉണ്ട്, ഇതെല്ലാം ബേസിക്കലി അത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒബ്ജക്ട്സ് ആണ്. സോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടീസ് എക്സിസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് വൈ വി സേ ഫങ്ഷൻസ് ആർ ഒബ്ജക്ട്സ്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും, കോൾഡ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ്റേതായ പ്രോപ്പർട്ടി ഉണ്ട്, അതിന് നമുക്ക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ബട്ട് ഇൻറ്റേർണലി ഫങ്ഷൻസ് ഓൺ ടൈപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്, but internally it has an object with pre-configured properties. So functions lives in memory like objects. They stored in the heap. So heapലാണ് അത് സ്റ്റോർ ചെയ്യേണ്ടവ. ഫങ്ഷൻസ് ബേസിക്കലി മെമ്മറി ലൈക്ക് ഒബ്ജക്ട്സിൽ എങ്ങനെയാണോ എടുക്കുന്നത്,
ജാവാ സ്ക്രിപ്റ്റിലെ. സോ അത് തന്നെയാണ് ഫങ്ഷൻസ് എടുക്കേണ്ടവ. ബേസിക്കലി ഒരു ഹീപ്പിലെ സ്റ്റോറി ഉണ്ടാവുക. ഓക്കെ, ഇത് പിന്നെ അവർ റെഫറൻസ് ടൈപ്പിലേക്കാണ് ബിഹേവ് ചെയ്യുക, ലൈക്ക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അറേസ്. എന്താണ് റെഫറൻസ് വാല്യൂസ്, റെഫറൻസ് ടൈപ്സ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചു. അതേപോലെ തന്നെയാണ് ഫങ്ഷൻസ് ബിഹേവ് ചെയ്യുക. ഇത് പലപ്പോഴും ഡേ ടു ഡേ കോഡിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കില്ല. ഓക്കെ, ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഹെൽപ്സ് യു എ ലോട്ട് ലേറ്റർ, എസ്പെഷ്യലി വെൻ യു വർക്ക് വിത്ത് ദം. ഓക്കെ, എസ്പെഷ്യലി വെൻ യു വർക്ക് വിത്ത് കോൾ ബാക്സ്, പാസിംഗ് ഫങ്ഷൻസ് അറൗണ്ട്, പിന്നെ ബൈൻഡിങ്, കോപ്പിംഗ്, റെഫറൻസസ്, അഡ്വാൻസ് ജെഎസ് പാറ്റേൺ. സോ ഇതിലെല്ലാം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ആക്ച്വലി ലേറ്റർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. സോ ഫങ്ഷൻസ് ആർ ഒബ്ജക്ട്സ്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് ഞാൻ പറഞ്ഞു വെക്കേണ്ടത് ജാവാ സ്ക്രിപ്റ്റിൽ. ഓക്കെ, സോ ഇത് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താണെന്നുള്ളത്. ടൈപ്പ് ഓഫ് എന്ന് കൊടുത്താൽ ഫങ്ഷൻസ് തന്നെ വരുള്ളൂ, ഫങ്ഷൻ ടൈപ്പ് ഓഫ് ഫങ്ഷൻ തന്നെ വരുള്ളൂ. പക്ഷേ ഉള്ളിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.